ഇനിയൊരു ഹിറ്റ് സിനിമ സംവിധാനം ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത സംവിധായകരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യമായിട്ട് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ രാജസേനൻ. അദ്ദേഹം സംവിധാനം ചെയ്ത ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കൊട്ടാരമേട്ടിൽ അപ്പൂട്ടൻ. പിന്നെയുള്ളത് നിസാറാണ്. നിസാർ ഒരുപാട് പഴയ കോമഡി ചിത്രങ്ങൾക്ക് സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയാണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞ സിനിമ. മുകേഷാണ് അതിൽ നായകൻ. കോമഡി സിനിമയാണ്. എനിക്കതിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഒരു പഴയ കാലം, നമ്മുടെ ദൂരദർശൻ്റെ ഒക്കെ കാലത്ത് കണ്ട സിനിമയാണ് അതൊക്കെ. പ്രിയ നടി നവ്യ നായരുടെ അമ്മാവനായ കെ മധു ഇനിയൊരു ഹിറ്റ് സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഇല്ല. അദ്ദേഹം ചെയ്തൊരു സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് മറ്റേ CBI ഡയറക്ടർ അനിൽ ബാബു. അവർ ചെയ്ത സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പകൽപ്പൂരമാണ്. പകൽപ്പൂരം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ്. യക്ഷിപ്പാടമാണെങ്കിൽ ഒരുപാട് ചിരിക്കാനുള്ളൊരു സിനിമയാണത്. ബാബു മരിച്ചുപോയി. അപ്പോൾ അനിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളൊന്നും വിജയിച്ചിട്ടുമില്ല. തുളസിദാസും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ളൊരു സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ, എനിക്കിഷ്ടമുള്ളൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറ ഹാജി മഹാനായ ജോജി. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിനിമയാണ്. വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുള്ള സിനിമയാണത്. ഇനിയൊരു ഹിറ്റ് സിനിമ സംവിധാനം ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത അടുത്ത സംവിധായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജിത് തമ്പിയാണ്. നമ്മുടെ സൂര്യമാനസമൊക്കെ സംവിധാനം ചെയ്ത സംവിധായകനാണ് അദ്ദേഹം. ആ പടം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഒറ്റത്തവണ മാത്രമേ അത് നമുക്കത് കാണാൻ പറ്റുള്ളൂ, കാരണം ഒരുപാട് കരയാനുണ്ട്. അടുത്ത സംവിധായകൻ സുനിലാണ്. ഇദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ, എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് വെച്ചാൽ അത് മാനത്തെ കൊട്ടാരമാണ്. അത് അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ അദ്ദേഹം സിനിമയൊന്നും സംവിധാനം ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അടുത്ത സംവിധായകൻ TS സുരേഷ് ബാബു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ. ഇദ്ദേഹത്തിന് ഇനിയൊരു ഹിറ്റ് സിനിമ സംവിധാനം ചെയ്യാനൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. അടുത്ത സംവിധായകൻ താഹയാണ്. താഹ ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിനും ഇതേ അവസ്ഥയാണ്. ഇനിയൊരു ഹിറ്റ് സിനിമ സംവിധാനം ചെയ്യാൻ ഇദ്ദേഹത്തിനൊരു ചാൻസ് കാണുന്നില്ല.